മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി ഓർമ്മ. സംസ്കാരം യമുനാ നദീ തീരത്തെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നിഗംബോധ് ഘട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വിലാപയാത്രയായാണ് നിഗംബോധ് ഘട്ടിലെത്തിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, അങ്ങനെ രാജ്യത്തെ പല രീതിയിൽ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വം ഇപ്പോൾ കാലയവനിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് പൂർത്തിയായത്? ആരൊക്കെ ചടങ്ങിൽ പങ്കെടുത്തു? പ്രജിൻ, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. അവിടെ പൊതുദർശനം പൂർത്തിയായ ശേഷമായിരുന്നു ഏതാണ്ട് 9:30 നിഗംബോധ് ഘട്ടിലേക്ക്, അവിടെയാണ് സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഇടം ഒരുക്കിയത്, അവിടേക്കുള്ള വിലാപയാത്ര പുറപ്പെട്ടത്. ഏതാണ്ട് 11:30 തന്നെ നിഗംബോധ് ഘട്ടിൽ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുകയും അത് അവിടെ സേന ഉൾപ്പെടെയുള്ള വിവിധ സേനകൾ ഉൾപ്പെടെ അത് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. 3 സേനാ മേധാവികളും മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സിഖ് മതാചാര പ്രകാരമുള്ള സംസ്കാര ശുശ്രൂഷകൾ അവിടെ നടന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഏറെ രാജ്യം ഓർക്കുന്ന സാമ്പത്തിക വിദഗ്ധനെയാണ് രാജ്യം ഇന്ന് വിട നൽകിയിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.